കഴിഞ്ഞ 3 വർഷമായി ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു സൂചന. ഇവരുടെ വിവാഹമോചന കേസ് അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. അതിൻ്റെ ഇടയിലാണ് നാടിനെയാകെ നടുക്കിയ സംഭവം. കോടതിയിൽ ഹാജരാക്കിയ സൂചനയെ 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സൂചനയുടെ ഭർത്താവ് വെങ്കട്ട് ഇന്ന് രാവിലെ ഇന്ത്യയിലെത്തി. ചിത്രദുർഗയിലെ ആശുപത്രിയിലെത്തി കുഞ്ഞിൻ്റെ മൃതദേഹം കാണുകയും ചെയ്തു. നാടിനെ നടുക്കിയ കേസിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സൂചന തുറന്നു പറഞ്ഞത്. കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാനാണ് സൂചന ശ്രമിച്ചതെന്നും അപ്പാർട്ട്മെൻറ്റിലെ കിടക്കയിലെ തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊന്നതെന്നുമാണ് സൂചന സമ്മതിച്ചത്. ഭർത്താവുമായുള്ള വേർപിരിയലിൻ്റെ പിരിമുറുക്കവും കുട്ടിയുടെ സംരക്ഷണത്തിനായുള്ള പോരാട്ടവും അടക്കമുള്ള കാര്യങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ താമസിച്ചിരുന്ന സർവീസ് അപ്പാർട്ട്മെൻറ്റിലെ കിടക്കയിലെ പുതപ്പിൽ ജീവനക്കാരൻ രക്തക്കറ കണ്ടെത്തിയതോടെയാണ് 39-കാരി ആത്മഹത്യ ചെയ്യാൻ എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. ശ്വാസം മുട്ടിയാണ് മരണകാരണമെന്ന് കുട്ടിയുടെ ഓട്ടോപ്സി റിപ്പോർട്ടിലുണ്ട്. കുട്ടിയുടെ കഴുത്തിലോ ദേഹത്തോ മറ്റു മുറിവുകളോ പരിക്കുകളോ ഇല്ല. കോടതിയിൽ ഹാജരാക്കിയ സൂചനയെ 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അതേസമയം കുട്ടിയെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും സൂചനയുടെ മൊഴിയിലുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. പെട്ടെന്നുള്ള ദേഷ്യത്തിലാണ് കുട്ടിയുടെ മുഖത്ത് തലയണ വെച്ച് അമർത്തിയത്. കുട്ടി മരിച്ചെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പരിഭ്രാന്തയായി. അപ്പോഴാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നും സൂചനയുടെ മൊഴി. ഭർത്താവും കുടുംബവും കുഞ്ഞിനെ കാണാനെത്തുന്നത് ഒഴിവാക്കാനാണ് ഗോവയ്ക്ക് പോയതെന്നും സൂചന മൊഴി നൽകിയതായും പോലീസ് പറയുന്നു.